SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ ജീവനക്കാരുടെ ഗ്രേഡ് നിരക്കുകളെ കുറിച്ച് ഒട്ടേറെ സംശയങ്ങൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഗ്രേഡ് നിരക്കുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. KSR വോളിയം 1 പാർട്ട് 2 റൂൾ 1 സർക്കാർ ഉദ്യോഗസ്ഥർ അവർ വാങ്ങിക്കുന്ന അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കി 4 ഗ്രേഡുകളായിട്ട് തിരിക്കുന്നുണ്ട്. ആ ഗ്രേഡിൻ്റെ നിരക്കുകളാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് ചർച്ചയ്ക്കെടുക്കുന്നത്. 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുള്ള ജീവനക്കാരെ ഓരോ ജീവനക്കാരും വാങ്ങിക്കുന്ന അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കി ഗ്രേഡ് നിശ്ചയിക്കുന്നു. ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് 70,000 തൊട്ട് 1,66,800 വരെ ബേസിക് പേ അടിസ്ഥാന ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് ഗ്രേഡ് 1 ഉദ്യോഗസ്ഥരായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതുകൂടാതെ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൈവറ്റ് സെക്രട്ടറി ടു മിനിസ്റ്റേഴ്സ്, ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് ഇവരെല്ലാം അവർ വാങ്ങിക്കുന്ന അടിസ്ഥാന ശമ്പളം പരിഗണിക്കാതെ തന്നെ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥരായിട്ട് പരിഗണിക്കുന്നതാണ്. ഗ്രേഡ് 2A ഉദ്യോഗസ്ഥന് 59,300 തൊട്ട് 68,400 വരെ ബേസിക് പേ അടിസ്ഥാന ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരെ ഗ്രേഡ് 2A ഉദ്യോഗസ്ഥരായിട്ടാണ് പരിഗണിക്കുന്നത്. ഗ്രേഡ് 2B 39,300 തൊട്ട് 57,900 വരെ അടിസ്ഥാന ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരെ ഗ്രേഡ് 2B ഉദ്യോഗസ്ഥരായിട്ട് പരിഗണിക്കുന്നു. ഇതുകൂടാതെ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്, other last grade servants, when they accompany the governor and ministers will be treated as grade 2B ഉദ്യോഗസ്ഥർ. ഈ കൂട്ടരെയും അവർ വാങ്ങിക്കുന്ന അടിസ്ഥാന ശമ്പളം പരിഗണിക്കാതെ തന്നെ ഗ്രേഡ് 2B ഉദ്യോഗസ്ഥരായിട്ട് പരിഗണിക്കുന്നതാണ്. ഗ്രേഡ് 3 ഉദ്യോഗസ്ഥർ 25,100 തൊട്ട് 38,300 വരെ അടിസ്ഥാന ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരെ ഗ്രേഡ് 3 ആയിട്ട് പരിഗണിക്കുന്നു. അതോടൊപ്പം 24,400 മുതൽ 23,000 വരെ അടിസ്ഥാന ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരെ ഗ്രേഡ് 4 ഉദ്യോഗസ്ഥരായിട്ട് ഗ്രേഡ് 4 ഉദ്യോഗസ്ഥനായിട്ട് പരിഗണിക്കുന്നു. ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരും അവർ വാങ്ങിക്കുന്ന അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കി ഗ്രേഡ് തിരിക്കുന്നു. ഈ ഗ്രേഡിനനുസരിച്ചാണ് ഉദ്യോഗസ്ഥൻ സർക്കാരിന് വേണ്ടിയിട്ട് യാത്ര നടത്തുമ്പോൾ യാത്രാ മാർഗങ്ങൾ, യാത്രാ ഫെസിലിറ്റിയെ, യാത്രാ ചെലവുകളെ, താമസ ചെലവുകളെ ഇതെല്ലാം സർക്കാർ അനുവദിക്കുന്നത് ഈ ഗ്രേഡിൻ്റെ അർഹത അനുസരിച്ചുള്ള നിരക്കുകൾ വെച്ചുകൊണ്ടാണ് അനുവദിക്കുന്നത്. താങ്ക് യു.